നമസ്കാരം സഹോദരങ്ങളെ. നമ്മുടെ ഉള്ളിലെ ഏറ്റവും വലിയ ഒരു ഭയം മരണം. എപ്പോൾ വന്നേക്കാമെന്നറിയില്ല, പക്ഷേ അതിന്റെ പേരിൽ നമ്മളെല്ലാം നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ കഥ ഒരമ്മയുടെ വേദനയും ബുദ്ധന്റെ ജ്ഞാനവുമായാണ്. ഈ കഥ മനസ്സിന്റെ വാതിൽ തുറക്കും. ഒരമ്മയുടെ ഏക മകൻ നിര്യാതനായി. അവൾ തളർന്നുപോയി. അവളോട് ആരും ദുഃഖം പങ്കിടാൻ കഴിയില്ല. പെട്ടെന്ന് ഒരാശ വിശ്വാസമായി അവൾ ചിന്തിച്ചു, ബുദ്ധൻ എന്ന മഹാനുണ്ട് അല്ലേ? അവൻ എന്റെ മകനെ തിരിച്ചു തരുമോ? അവൾ എത്തി. കണ്ണു നിറച്ച് ബുദ്ധനോട് പറഞ്ഞു, എന്റെ മകനെ ദയവായി തിരികെ തരണേ. ബുദ്ധൻ വളരെ ശാന്തമായി പറഞ്ഞു, നിനക്കൊരു മാർഗം ഞാൻ പറയും. നീ ഗ്രാമത്തിൽ പോയി ഒരു വീട്ടിൽ നിന്നൊരു കറുപ്പ് കുന്തിരിക്ക കൊയ്ത്തുകൊണ്ടുവരൂ. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ആ വീട്ടിൽ ഒരിക്കലും മരണം സംഭവിച്ചിട്ടില്ലേയിരിക്കണം. അമ്മ സാഹസം കൊണ്ടാണ് യാത്ര തുടങ്ങിയത്. ഒരവിടെ ചെന്നു. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഉത്തരം, അതെ, എന്റെ അമ്മ. മറ്റൊരു വീട്, അതെ, എന്റെ മകൻ. മൂന്നാമത്തെ വീട്, അഞ്ചാമത്തെ, പത്താമത്തെ, എവിടെയും മരണം സംഭവിച്ചിരിക്കുന്നു. അവൾ എങ്കിലും തുടർന്നു. ഒരു ദിവസവും രണ്ടും കഴിഞ്ഞ് അവൾ തിരികെ വന്നപ്പോൾ അവളെ ബാധിച്ചിരുന്നത് ദുഃഖമല്ല, ജ്ഞാനമായിരുന്നു. അവൾ പറഞ്ഞു, ഭഗവനെ, ഞാൻ എന്റെ മകനെ തിരികെ ആഗ്രഹിച്ചു, പക്ഷേ മരണമില്ലാത്ത വീടൊന്നുമില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞുവെങ്കിലും അവളെ ബാധിച്ചിരുന്നത് ഇനി ബോധപൂർവമായ അഗ്നിയായിരുന്നു. പാഠം 1: മരണം സത്യമാണ്. ബുദ്ധൻ പറഞ്ഞു, മരണം അതൊരു ശാപമല്ല, പക്ഷേ ജീവിതത്തിന്റെ ഭാഗമാണ്. നിന്റെ മകൻ പോയത് അതിന്റെ സമയത്തായിരുന്നു. ഇനി നീ ജീവിച്ചാൽ അവൻ മനസ്സിൽ മാത്രമായിരിക്കട്ടെ, പക്ഷേ അതിൽ പിടികൂടാതെ. പാഠം 2: വിടവാങ്ങൽ വഴിയാണ് ആത്മീയമാകൽ. മരിച്ചവരെ വിടാൻ നിങ്ങൾക്ക് ക്ഷമയുണ്ടാകണം. അവർക്ക് ആത്മാവിന്റെ യാത്ര തുടരാനാകും. വിടവാങ്ങൽ സ്നേഹത്തോടെയാണ് നടക്കേണ്ടത്, വേദനയോടെയല്ല. അതുവഴിയാകാം നമ്മുടെ ആത്മാവ് ഉയരുന്നത്. പാഠം 3: ജീവിച്ചിരിക്കുമ്പോൾ പൂർണ്ണമായി ജീവിക്കുക. നാം ഇന്നുള്ളത് സമ്പത്തല്ല, സമയമാണ്. ഇതും ഒരു നാളാകും നഷ്ടമാകുക. അതുകൊണ്ട് ഓരോ നിമിഷവും സ്നേഹത്തോടെയും ബോധത്തോടെയും കൃതജ്ഞതയോടെയും ജീവിക്കുക. ഇതാണ് ബുദ്ധപാഠം. മരണത്തെ ഭയപ്പെടേണ്ട, ജീവിതത്തെ പൂർണ്ണമായി ആസ്വദിക്കണം. ഇവളെപ്പോലെ നമ്മളും ഒരിക്കൽ ഒരാൾക്കെങ്കിലും വിട പറയേണ്ടി വരും. അപ്പോൾ ഈ പാഠം ഓർക്കുക, മരണം അന്ത്യമല്ല, മാറ്റം മാത്രമാണ്. ബുദ്ധൻ പറഞ്ഞതുപോലെ നാം അതിനെ നേരിടണം, ഭയക്കാതെ. ഈ കഥ നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടോ? അങ്ങനെയെങ്കിൽ കമന്റിൽ സമാധാനം എന്നെഴുതൂ. ഇത് എന്തെങ്കിലും ഒരാൾക്ക് ആശ്വാസമാകട്ടെ എന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നന്ദി.